ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ പരാതിയിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി പ്രാഥമിക അന്വേഷണം നടത്തും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമാകും. ഇ.പി. ജയരാജൻ ഡിജിപിക്ക് നൽകിയ പരാതി എഡിജിപി മനോജ് എബ്രഹാം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇ.പിയുടെ പരാതി. ആത്മകഥയെന്ന പേരിൽ പുറത്തുവന്ന പരാമർശങ്ങൾ തന്റേതല്ലെന്നാണ് ഇ.പി. ജയരാജന്റെ പരാതി. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇ.പി. ഡിജിപിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തന്റേതല്ലാത്ത പരാമർശങ്ങൾ വ്യാജമായി ചമച്ചു. ശേഷം മാധ്യമങ്ങളുടെ പ്രചാരണവും നടത്തി. നിലവിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധകരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇ.പി. നൽകിയ പരാതിയിലുണ്ട്. അതേസമയം DC ബുക്സ് അടക്കം ആരുടെയും പേര് ഇ.പിയുടെ പരാതിയിലില്ല. ഡിജിപിക്ക് ലഭിച്ച പരാതി ഇന്ന് രാവിലെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി മനോജ് എബ്രഹാമിന് കൈമാറിയിരുന്നു. എഡിജിപി മനോജ് എബ്രഹാമാണ് പ്രാഥമിക അന്വേഷണം നടത്താനായി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. ഇ.പി. ജയരാജൻ പരാതിപ്പെടുന്നത് പോലെയുള്ള ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായോ എന്നുള്ളതായിരിക്കും പോലീസ് ആദ്യം പരിശോധിക്കുക. അതോടൊപ്പം പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കരാറുകൾ നിലനിൽപ്പുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഇതിനുശേഷമായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനമുണ്ടാകുക. ജനം, തിരുവനന്തപുരം.